ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ റിവ്യൂ ചെയ്യുന്ന യമഹ എഫ് സി വെർഷൻ 4 ആണ്. അപ്പം ഈ ഒരു ബൈക്കിനെ പറ്റി പറയുകയാണെങ്കിൽ ഒരുപാട് ഫാൻ ബേസ് ഉള്ള മോട്ടോർ സൈക്കിളാണ് എഫ് സി എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് ആ ഒരു വെർഷൻ 1 എന്നൊക്കെ പറഞ്ഞാൽ ഒരുപാട് ഫാൻ ബേസ് ഒക്കെ ഉണ്ട്. ഞാൻ തന്നെ പറയുകയാണെങ്കിൽ ഒരു യമഹ എഫ് സിയുടെ വെർഷൻ 1 ഓണറായിരുന്നു. അതിനുശേഷമാണ് ഞാൻ RTRലോട്ട് അപ്ഗ്രേഡ് ചെയ്തത്. പക്ഷേ എനിക്ക് വളരെ ഇഷ്ടമുള്ള മോട്ടോർ സൈക്കിളായിരുന്നു എഫ് സി വെർഷൻ 1 എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു സക്സസറായിട്ട് അതിൻ്റെ 4th ജനറേഷൻ ആയിട്ടുള്ള മോട്ടോർ സൈക്കിളാണ് ഈ ഒരു വെർഷൻ 4 എന്ന് പറയുന്നത്. അപ്പം ഈ ഒരു ബൈക്ക് നമുക്ക് റിവ്യൂവിനായി തന്നിരിക്കുന്നത് ഭാരത് യമഹ തിരുവല്ലയാണ്. വളരെ വലിയ ഷൗട്ട് ഔട്ട് അവർക്ക് കൊടുക്കണം. കാരണം ഞാനിപ്പോൾ ഒരു ബൈക്ക് റിവ്യൂവിനായിട്ട് പല ഷോറൂമിൽ അപ്രോച്ച് ചെയ്യുമ്പോഴും വളരെ നെഗറ്റീവായിട്ടുള്ള റെസ്പോൺസാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്. ഒരു ഷോറൂമിൻ്റെ പേര് എടുത്ത് പറഞ്ഞ് അവരെ ഡിഫെയിം ചെയ്യണമെന്നൊന്നും എനിക്കില്ല. പക്ഷേ പലയിടത്തും നമ്മളിപ്പോൾ ഒരാളോട് പോയി ചോദിക്കുമ്പം അവർ ബൈക്ക് തരാൻ വളരെ ബുദ്ധിമുട്ടാണ്. ഓക്കെ, തരൂല എന്ന് പറഞ്ഞാൽ നമുക്ക് ഓക്കെ അക്സെപ്റ്റബിൾ ആണ്, ഞാൻ അക്സെപ്റ്റ് ചെയ്യും. പക്ഷേ ഇതങ്ങനെയല്ല, നമ്മൾ മാക്സിമം ഇട്ട് വലിപ്പിക്കും. ഒരാളെ വിളിക്കും പറയും, അടുത്ത ആളെ വിളിക്കും, അങ്ങനെ നമ്മൾ മാറി മാറി വിളിച്ച് പക്ഷേ നമുക്ക് ലാസ്റ്റ് ആ ബൈക്ക് കിട്ടൂല. പക്ഷേ ഭാരത് യമഹ തിരുവല്ല അങ്ങനെയല്ല. നമുക്ക് എപ്പോൾ ഒരു ബൈക്ക് വേണം, റിവ്യൂവിനായിട്ട് വേണമെന്ന് നമ്മൾ വിളിച്ച് ചോദിച്ചാൽ പോലും മാക്സിമം ഡിലേ ഇല്ലാതെ തന്നെ നമുക്ക് സെറ്റ് ചെയ്ത് തരാറുണ്ട്. അപ്പം വളരെ വലിയ ഷൗട്ട് ഔട്ട് കൊടുക്കുന്നു. അപ്പം യമഹ ബൈക്കുകളിൽ എന്തെങ്കിലും എൻക്വയറി നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഭാരത് യമഹ തിരുവല്ലയെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പം അവരുടെ ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പം നേരെ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ ആ ഒരു ഫ്രണ്ട് ഹെഡ്ലൈറ്റ് സെക്ഷനിൽ നിന്ന് തന്നെ തുടങ്ങാം. അപ്പോൾ ഹെഡ്ലൈറ്റ് സെക്ഷനെ പറ്റി പറയുകയാണെങ്കിൽ ഒരു അപ്ഗ്രേഡ് വന്നിട്ടുണ്ട്. പഴയ വർഷം വെച്ച് നോക്കുമ്പോൾ പുതിയൊരു കോസ്മെറ്റിക് ആയിട്ടുള്ള അപ്ഡേറ്റ് ഹെഡ്ലൈറ്റിൻ്റെ ഭാഗത്ത് വരുന്നു. അപ്പോൾ ഇതിൻ്റെ വിസിബിലിറ്റിയെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നൈറ്റിൽ ഇത് ടെസ്റ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ പേഴ്സണലായിട്ട് ഇതിൻ്റെ വിസിബിലിറ്റി എനിക്ക് പറയാൻ പറ്റില്ല. പക്ഷേ ഒരുപാട് എഫ് സി വെർഷൻ 4 ഓണേഴ്സ് ഈ ഒരു വീഡിയോ കാണുമെന്ന് എനിക്കറിയാം. നിങ്ങളുടെ ഫീഡ്ബാക്ക് ഒന്ന് കമൻറ്റായിട്ട് രേഖപ്പെടുത്തുകയാണെങ്കിൽ ഇനി എടുക്കാൻ പോകുന്നവർക്ക് ഇത് വളരെ വലിയൊരു ബെനിഫിറ്റ് ആയിരിക്കും. ഇനിയിപ്പോൾ അവിടെ നിന്ന് നമ്മുടെ ബൈക്കിൻ്റെ ആ ഒരു സൈഡ് ടാങ്ക് പ്രൊഫൈലൊക്കെ നോക്കിയാൽ വളരെ മസ്കുലർ ആയിട്ടുള്ള ടാങ്ക്. അതായത് യമഹ എഫ് സിയുടെ ഏറ്റവും വലിയൊരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ മസ്കുലർ ടാങ്കാണ്. നമ്മൾ വെർഷൻ 1 തൊട്ട് വെർഷൻ 4 വരെ നോക്കിക്കഴിഞ്ഞാലും ആ ഒരു മസ്കുലാരിറ്റി അവർ വിട്ടിട്ടില്ല. വളരെ ക്ലീനായിട്ടും നീറ്റായിട്ടും ബിൽഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ബിൽഡ് ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ അടിപൊളിയാണ്. ടോപ്പ് നോച്ച് ബിൽഡ് ക്വാളിറ്റി ഈ ഒരു എഫ് സി വെർഷൻ 4ൻ്റെ ഭാഗത്ത് നിന്ന് എനിക്ക് കിട്ടുന്നുണ്ട്. ഇപ്പം അത് തന്നെ നോക്കിയാൽ ആ ഇൻഡിക്കേറ്റേഴ്സൊക്കെ ആ ടാങ്കിൽ ഇൻറ്റഗ്രേറ്റഡ് ആയിട്ട് വരുന്നുണ്ട്. കുറച്ചുകൂടി ഒരു പ്രീമിയം ലുക്ക് ആ ഒരു ഇൻഡിക്കേറ്ററിൻ്റെ ഭാഗത്ത് നിന്ന് വരുന്നുണ്ട്. ഇത് തന്നെ എഫ് സിയുടെ ഒരു ലോ വേരിയൻ്റ് ആയിട്ട് പറയാം. അതായത് ഏറ്റവും ടോപ്പ് വേരിയൻ്റ് എന്ന് പറയുമ്പോൾ ഹൈബ്രിഡ് വെർഷനാണ്. അതിൽ തന്നെ TFT വരുന്നൊരു വെർഷനുണ്ട്. അതാണ് അതിൻ്റെ ഏറ്റവും ടോപ്പ് വേരിയൻ്റ് എന്ന് പറയുന്നത്. പക്ഷേ ഇത് എഫ് സിയുടെ തന്നെ ഏറ്റവും ലോവർ വേരിയൻ്റാണ്. അപ്പം ആ ഒരു പ്രൈസ് ഡിഫറൻസ് അതിന് വരുന്നുണ്ട്. അപ്പം അതിനെപ്പറ്റിയൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഓരോ ബൈക്കിൻ്റെയും പ്രൈസ് ഡിഫറൻസ് എത്രത്തോളം ഉണ്ടെന്നും അത് എങ്ങനെയാണെന്നുള്ള കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷനിൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞേക്കാം. അപ്പം നേരെ നമുക്ക് നമ്മുടെ ബൈക്കിൻ്റെ ഫ്രണ്ട് ടയർ സെക്ഷനെ പറ്റി പറയാം. ടയർ സെക്ഷൻ പറ്റി പറയുമ്പോൾ അത്യാവശ്യം ചങ്കിയായിട്ടുള്ള ടയേഴ്സാണ്, MRFൻ്റെ ടയേഴ്സാണ് വരുന്നത്. അപ്പം ഈ ഒരു ബൈക്കിൻ്റെ പർപ്പസ് വെച്ച് നോക്കുമ്പോൾ വളരെ നീറ്റായിട്ടുള്ള ടയറാണ്. അതുപോലെ തന്നെ യൂസ്ഫുൾ ആയിട്ടുള്ള ടയറുമാണ്. അതിൻ്റെ കാര്യത്തിലൊന്നും നമുക്ക് വളരെ നെഗറ്റീവായിട്ട് പറയാൻ പറ്റില്ല. കാരണം ഇതൊരു കമ്മ്യൂട്ടിംഗ് ബൈക്കാണ്. വളരെ മാന്യമായിട്ട് ഓടിച്ചു പോകാൻ പറ്റിയൊരു കമ്മ്യൂട്ടിംഗ് ബൈക്കാണ്. നേരത്തെ എന്ന് പറഞ്ഞാൽ എഫ് സി എന്ന് പറഞ്ഞാൽ കുറച്ചൊരു സ്പോർട്സ് ഓറിയൻറ്റഡ് ബൈക്കായിരുന്നു. പക്ഷേ MDയുടെ വരവോടെയും അതുപോലെ തന്നെ എഫ് സിനെ അവർ ടോട്ടലി ഒരു കമ്മ്യൂട്ടറാക്കി മാറ്റിയിരിക്കുന്നു. അത് അവർ ആ ഒരു ബൈക്ക് റൈഡ് ചെയ്യുമ്പോൾ നമുക്ക് നന്നായിട്ട് ഫീൽ ചെയ്യാൻ പറ്റും. വെർഷൻ 1 ഓടിച്ച ഒരാൾ വെർഷൻ 4 ഓടിക്കുമ്പം ആ ഒരു പവറിൻ്റെ ആ ഒരു കുറവ് നമുക്ക് നന്നായിട്ട് അറിയാൻ പറ്റും. ഒരുപാട് BHPയിലൊന്നും വ്യത്യാസം വന്നിട്ടില്ല. ഏകദേശം 2-3 BHPയിൽ വ്യത്യാസം വന്നിട്ടുണ്ട്. എന്നാൽ പോലും ആ ഒരു ഡിഫറൻസ് നന്നായിട്ട് എടുത്തറിയാൻ പറ്റുന്നുണ്ട്. ഇപ്പോൾ ടയേഴ്സിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു, MRF ടയേഴ്സാണ് വരുന്നത്. ഗ്രിപ്പിൻ്റെ കാര്യത്തിലൊന്നും അത്രയും വലിയ ഒരു ഫീഡ്ബാക്കൊന്നും എനിക്ക് പറയാനില്ല. കാരണം വളരെ കമ്മ്യൂട്ടിംഗ് പർപ്പസിനായിട്ട് വളരെ ലോ എൻഡ് ഒരു ടയറാണ് കൊടുത്തിരിക്കുന്നത്. പക്ഷേ ഈ ഒരു ബൈക്കിൻ്റെ പർപ്പസിന് ഇത് ഓക്കെയാണ്. ഇനിയിപ്പോൾ അവിടുന്ന് നമ്മുടെ ആ ഒരു ബൈക്കിൻ്റെ ആ ഒരു ബാക്ക് ടയേഴ്സിനെ പറ്റി പറഞ്ഞാൽ 140 സെക്ഷൻ ടയറാണ് വന്നിരിക്കുന്നത്. നല്ല ചങ്കിയറായിട്ടുള്ള ടയറാണ്. ഇപ്പോൾ എഫ് സിയുടെ ഏറ്റവും വലിയ പ്രത്യേകതയാണ്. അതായത് 2008 കാലഘട്ടത്തിലാണെന്ന് തോന്നുന്നു എഫ് സി ആദ്യമായിട്ട് ലോഞ്ച് ചെയ്യുന്നത്. ആ ഒരു ടൈമിൽ തന്നെ ഏറ്റവും കൂടുതൽ ആൾക്കാർ നോട്ടീസ് ചെയ്യുന്ന ആ ബൈക്കിൻ്റെ ബാക്ക് ടയർ സൈസ് ആയിരുന്നു. അത്യാവശ്യം നല്ലൊരു ചങ്കിയർ ടയേഴ്സ് കൊടുത്ത് ആൾക്കാരെ ഇമ്പ്രസ് ചെയ്യിച്ച ഒരു മോട്ടോർ സൈക്കിളാണ് ഈ എഫ് സി എന്ന് പറയുന്നത്. അപ്പോൾ അവിടുന്ന് ആ ഒരു ടൈൽ സെക്ഷനെ പറ്റി പറയുകയാണെങ്കിൽ നമുക്കൊരു പുതിയൊരു അപ്ഗ്രേഡ് ആ ഒരു ടൈൽ സെക്ഷൻ്റെ ഭാഗത്ത് ഒരു കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ആ ഒരു MD ഒക്കെ വന്ന ആ ഒരു സെയിം ടൈൽ സെക്ഷനും ഇൻഡിക്കേറ്ററും ആണ് ഒരു ബാക്കിൽ കൊടുത്തിരിക്കുന്നത്. വളരെ നീറ്റും ക്ലീനും മിനിമലിസ്റ്റിക്കും ആയിട്ടുള്ള ഡിസൈനായിട്ടാണ് എനിക്ക് ഫീൽ ആയത്. ഇപ്പം പഴയ ഒരു വെർഷൻ്റെ എനിക്ക് ഇഷ്ടമില്ലാത്തൊരു പാട്ടായിരുന്നു അതിൻ്റെ ടൈൽ ലൈറ്റ് എന്ന് പറയുന്നത്. പക്ഷേ അത് അവരൊരു അപ്ഗ്രേഡ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അവിടെ നമ്മുടെ ആ ഒരു സീറ്റിൻ്റെ പൊസിഷനിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല വൈഡായിട്ടുള്ള സീറ്റ് കൊടുത്തിട്ടുണ്ട്. അത് റൈഡറിനാണെങ്കിലും പില്ലിനാണെങ്കിലും നല്ല ബെനിഫിഷ്യലായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഇപ്പം കംഫർട്ടിൻ്റെ ഭാഗത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അധികം ദൂരെ ഈ ഒരു ബൈക്ക് ഓടിച്ചിട്ടില്ല. പക്ഷേ ഇരിക്കുമ്പോൾ ഉള്ള കംഫർട്ട് എന്ന് പറഞ്ഞാൽ ഓക്കെയാണ്. സീറ്റ് ഹൈറ്റിൻ്റെ ഭാഗത്താണെങ്കിലും അങ്ങനെ വലിയ സീറ്റ് ഹൈറ്റുള്ള ഒരു വണ്ടിയായിട്ടൊന്നും എനിക്ക് ഫീൽ ചെയ്തില്ല. എനിക്ക് 2 കാലും പ്ലാനറ്റ് ഫുട്ടായിരുന്നു. ഇപ്പോൾ ഗ്രാബ് റെയിലാണെങ്കിലും പില്ലിന് അത്യാവശ്യം പിടിച്ചിരിക്കാൻ പറ്റിയൊരു സെറ്റപ്പാണ് ഗ്രാബ് റെയിലിൻ്റെ ഭാഗത്തും വന്നിരിക്കുന്നത്. ഇനിയിപ്പോൾ അവിടെ നമ്മുടെ എഞ്ചിൻ്റെ ഭാഗത്തോട് നോക്കുകയാണെങ്കിൽ ബൈക്ക് നല്ലപോലെ ഡീട്യൂൺ ചെയ്തിട്ടുണ്ട്. അതായത് പഴയ വെർഷനെയൊക്കെ വെച്ച് നോക്കുമ്പോൾ നല്ല രീതിയിൽ ബൈക്കിൻ്റെ പവർ കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ ഒരു പഴയ ഒരു പഞ്ചിനെസ്സും ഫീഡ്ബാക്കും ഒന്നും ഈ ഒരു എഞ്ചിൻ്റെ ഭാഗത്ത് നിന്ന് കിട്ടുന്നില്ല.
ബട്ട് ഇതൊരു മൈലേജ് ഓറിയൻറ്റഡ് ആയിട്ട് ഒരു കമ്മ്യൂട്ടിംഗ് ബൈക്കായിട്ട് മാറിയിട്ടുണ്ട്. നല്ല രീതിയിൽ ആ ഒരു കമ്മ്യൂട്ടിംഗ് എബിലിറ്റീസ് കൂട്ടിയിട്ട് അതുപോലെ തന്നെ എഞ്ചിൻ്റെ പവറും കാര്യങ്ങളും നല്ല രീതിയിൽ ഡീട്യൂൺ ചെയ്തിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ എഞ്ചിൻ സൈഡിൽ നിന്നുള്ളൊരു ഫീഡ്ബാക്ക് എന്ന് പറഞ്ഞാൽ റിലയബിൾ ആണ്, റിഫൈൻഡ് ആണ്. പക്ഷേ ആ ഒരു പവറിൻ്റെ ആ ഒരു പഴയ ഒരു കിക്ക് ഇപ്പോൾ നമുക്ക് കിട്ടുന്നില്ല. പക്ഷേ ഇതിൻ്റെ ഒരു മൈലേജിൻ്റെ സൈഡിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ അത്യാവശ്യം നല്ലൊരു മൈലേജ് ഈ ഒരു ബൈക്കിൻ്റെ ഭാഗത്ത് നിന്ന് ലഭിക്കുന്നുണ്ട്. ഇപ്പം പഴയ വെർഷനെയൊക്കെ വെച്ച് നോക്കുമ്പോൾ നല്ലൊരു അപ്ഗ്രേഡ് വന്നിട്ടുണ്ട്. ഏകദേശം 60 km/L ഒക്കെ സുഖമായിട്ട് ഈ ബൈക്കിൻ്റെ ഭാഗത്ത് കിട്ടും. ഇനി പിന്നെ ഹൈബ്രിഡ് വേർഷൻ നോക്കിക്കഴിഞ്ഞാൽ 70 വരെ കിട്ടുന്നവരുണ്ട്. ചില മൈലേജ് ടെസ്റ്റുകളിൽ നമുക്ക് 100 വരെ കിട്ടുന്നതായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അതൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ മൈലേജിൻ്റെ സൈഡിലൊരു അപ്ഗ്രേഡും പവറിൻ്റെ സൈഡിലൊരു ഡൗൺ ഗ്രേഡും ആയിട്ടാണ് എനിക്ക് ഫീൽ ആയത്. ഓക്കെ, ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് നമ്മുടെ ബൈക്ക് ഓടിച്ചുകൊണ്ട് സംസാരിക്കാം. അപ്പോൾ ഈ ഒരു വണ്ടി ഓടിച്ചുകൊണ്ട് സംസാരിക്കുമ്പോൾ നമുക്ക് ആദ്യം തന്നെ എടുത്ത് പറയേണ്ട ഈ ഒരു ബൈക്കിൻ്റെ ഹാൻഡ്ലിംഗ് ആയിരിക്കും. കാരണം വളരെ നിമ്പിളായിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റിയൊരു മോട്ടോർ സൈക്കിളാണ്. ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. അതായത് അത്യാവശ്യം വളരെ ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള മോട്ടോർ സൈക്കിളാണ്. അതുകൊണ്ട് ഹാൻഡിലിങ്ങിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ വളരെ ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റിയൊരു മോട്ടോർ സൈക്കിളാണ് ഈ ഒരു FC വെർഷൻ 4 എന്ന് പറയുന്നത്. അതായത് കാണാൻ ഇത്ര സൈസൊക്കെ ഉണ്ടെങ്കിലും ആളുടെ മനസ്സ് ചെറുതാണെന്ന് പറയുന്ന പോലെ വളരെ ലൈറ്റ് വെയിറ്റ് ആണ് ഈ ഒരു ബൈക്കിൻ്റെ ഭാഗത്ത് നോക്കിക്കഴിഞ്ഞാൽ. ഇനിയിപ്പോൾ ആ ഒരു ത്രോട്ടിൽ റെസ്പോൺസിനെ പറ്റിയൊക്കെ പറയുകയാണെങ്കിൽ അത്യാവശ്യം നല്ലൊരു റെസ്പോൺസ് ഈ ഒരു ബൈക്കിൻ്റെ ഭാഗത്ത് നിന്ന് കിട്ടുന്നുണ്ട്. പക്ഷേ ഞാൻ പറഞ്ഞു വളരെ പവർ ഡൗൺ ഗ്രേഡ് ചെയ്തിട്ടുണ്ട്. പഴയ വെർഷനൊക്കെ വെച്ച് നോക്കുമ്പോൾ തീർത്തും മൈലേജ് ഓറിയൻറ്റഡ് ആയിട്ടുള്ളൊരു ബൈക്കാണിത്. അപ്പം അതുകൊണ്ട് തന്നെ വളരെ ഒരു പവർ ഡെലിവറിയുടെ കാര്യമൊക്കെ നോക്കുവാണെങ്കിൽ ലീനിയർ ആയിട്ട് പവർ ചെയ്യുന്നൊരു മോട്ടോർ സൈക്കിളാണ്. അത് തീർത്തും ഒരു കമ്പ്യൂട്ടർ ബൈക്കായിട്ട് ഇത് മാറിയിട്ടുണ്ട്. പഴയ ഒരു സ്പോർട്ടി നേച്ചറൊക്കെ മൊത്തത്തോടെ പോയിട്ടുണ്ടെന്ന് തന്നെ പറയാം. പക്ഷേ ആ ഒരു എഞ്ചിൻ്റെ ഫീഡ്ബാക്ക് എന്ന് പറഞ്ഞാൽ വളരെ റിലയബിൾ ആയിട്ടൊരു എഞ്ചിനാണ്. അതായത് അത്യാവശ്യം സ്പീഡൊക്കെ എടുക്കുമ്പോഴാണെങ്കിലും ചെറിയൊരു ബസ് ഫീല് നമുക്ക് ഈ ഒരു ഹാൻഡിൽ ബാറിൻ്റെ ഭാഗത്ത് നിന്ന് കിട്ടുന്നുണ്ടെങ്കിൽ പോലും അത്രയും വലിയൊരു വൈബ്രേഷൻ, അതായത് ഒരു ബജാജ് ലെവലിലുള്ള ഒരു വൈബ്രേഷനൊന്നും യമഹയ്ക്ക് വരില്ല. അതായത് ബജാജ് ഫാൻസ് ഇപ്പം എന്നെ കുറ്റം പറയുമെങ്കിൽ പോലും യമഹ എന്ന് പറയുന്നതിൻ്റെ ഏറ്റവും വലിയൊരു ഐഡൻറ്റിറ്റി എന്ന് പറഞ്ഞാൽ തന്നെ അവരുടെ റിലയബിലിറ്റിയാണ്. വളരെ റിലയബിൾ ആയിട്ടുള്ള എഞ്ചിൻ നിങ്ങൾക്ക് ഈ ഒരു ബൈക്കിൻ്റെ ഭാഗത്ത് നിന്ന് ലഭിക്കുന്നതായിരിക്കും. ഇനിയിപ്പോൾ അവിടെ നമുക്ക് ആ ഒരു ബൈക്കിൻ്റെ ക്ലച്ച് ആൻഡ് ഗിയർ ബോക്സിൻ്റെ ഫീഡ്ബാക്കിനെ പറ്റി പറഞ്ഞാൽ എടുത്തു പറയേണ്ട കാര്യമൊന്നുമില്ല. ഇറ്റ്സ് എ യമഹ ബൈക്ക്. അപ്പം നമുക്കറിയാം എത്രത്തോളം പ്രിസൈസ് ആയിരിക്കും, അതുപോലെ എത്രത്തോളം നല്ലൊരു ബട്ടറി സ്മൂത്ത് ആയിട്ടുള്ള ക്ലച്ചും ഗിയർ ബോക്സും ഈ ഒരു ബൈക്കിൻ്റെ ഭാഗത്ത് നിന്ന് കിട്ടുന്നുണ്ടെന്ന്. അതുപോലെ തന്നെ ഇതൊരു 5 സ്പീഡ് ഗിയർ ബോക്സ് ആണ്. അതുപോലെ തന്നെ സിംഗിൾ ചാനൽ ABS വിത്ത് ട്രാക്ഷൻ കൺട്രോൾ ആണ് വരുന്നത്. അപ്പോൾ ട്രാക്ഷൻ കൺട്രോൾ എന്ന് പറഞ്ഞൊരു ഫീച്ചർ എന്ന് പറഞ്ഞാൽ അത് മാർക്കറ്റ് പിടിക്കാനുള്ള ഗിമിക്കാണ്. ഇത് എടുത്തു പറയേണ്ടതാണ്. കാരണം ഈ ഒരു ബൈക്കിന് ട്രാക്ഷൻ കൺട്രോളിൻ്റെ ഒരാവശ്യമില്ല. കാരണം നമ്മളിതിപ്പോൾ XR-ലാണെങ്കിലും പറഞ്ഞു അത്രത്തോളം പവറൊന്നും ആ ഒരു ബൈക്ക് ഡെലിവർ ചെയ്യുന്നില്ല. വളരെ ലീനിയറായിട്ടാണ് ആ ബൈക്കാണെങ്കിലും പവർ ചെയ്യുന്നത്. പക്ഷേ ഇത് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ അത് വളരെ പവർഫുൾ ആയിട്ടുള്ള മോട്ടോർ സൈക്കിളാണെന്ന് പറയാം. എന്നിരുന്നാൽ പോലും ഈ ഒരു ബൈക്കിൻ്റെ കോമ്പറ്റീറ്റേഴ്സ് വെച്ച് നോക്കുകയാണെങ്കിൽ N160 അതുപോലെ തന്നെ നമുക്ക് ഹീറോ എക്സ്ട്രീം ഒക്കെ വരുന്നുണ്ടെന്ന് തോന്നുന്നു. അപ്പം ആ ഒരു കോമ്പറ്റീറ്റേഴ്സിൻ്റെ ലെവൽ വെച്ച് നോക്കുമ്പോൾ അത്രയും വലിയൊരു പവർ ഡെലിവറി ഒന്നും ഈ ബൈക്കിൻ്റെ ഭാഗത്തുനിന്ന് വരുന്നൊന്നുമില്ല. അപ്പം പിന്നെ എനിക്ക് എടുത്ത് പറയേണ്ടതായിട്ട് തോന്നിയെന്ന് പറഞ്ഞാൽ ഈ ഒരു ബൈക്കിൻ്റെ സസ്പെൻഷൻ എന്ന് പറഞ്ഞാൽ വളരെ ബട്ടറി സ്മൂത്താണ്. അതായത് കംഫർട്ട് എന്ന ഒറ്റ ലക്ഷ്യത്തോടെ ട്യൂൺ ചെയ്തിട്ടുള്ളൊരു സസ്പെൻഷനാണ് ഈ ഒരു ബൈക്കിന് വരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് അധികം ബംസോ കാര്യങ്ങളൊന്നും ഇപ്പോൾ ഞാനിപ്പോൾ ആ ഒരു കട്ടർ ചാടിയപ്പോഴാണ് എടുത്ത് പറയണമെന്ന് എനിക്ക് തോന്നുന്നത്. വളരെ സോഫ്റ്റ് ആയിട്ടുള്ളൊരു സസ്പെൻഷനാണ് വന്നിരിക്കുന്നത്. പക്ഷെ അത്ര വേവി ഒന്നുമല്ല, അത്യാവശ്യം ഓക്കെ ആയിട്ടുള്ള സസ്പെൻഷനാണ്. കംഫർട്ടിന് വേണ്ടി തന്നെ ട്യൂൺ ചെയ്തിട്ടുള്ളത് കൊണ്ട് തന്നെ അങ്ങനെ അധികം നെഗറ്റീവായിട്ടുള്ളൊരു ഫീഡ്ബാക്ക് സസ്പെൻഷൻ്റെ ഭാഗത്ത് എനിക്ക് വരുന്നില്ല. ഇനിയിപ്പോൾ ഈ ഒരു ബൈക്കിൻ്റെ കോൺട്രിങ് കേപ്പബിലിറ്റിയെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ നല്ലപോലെ കോൺട്രി ചെയ്യാൻ പറ്റിയ മോട്ടോർ സൈക്കിളാണെന്ന് തന്നെ പറയേണ്ടി വരും. കാരണം എൻ്റെ വേർഷൻ 1 ഞാൻ യൂസ് ചെയ്യുമ്പോഴാണെങ്കിൽ പോലും അത്യാവശ്യം നല്ലൊരു ഫീഡ്ബാക്ക് ആ ഒരു ബൈക്കിൻ്റെ കോൺട്രിങ് കേപ്പബിലിറ്റിയുടെ ഭാഗത്ത് എനിക്ക് കിട്ടിയിട്ടുണ്ട്. കാരണം വളരെ ലൈറ്റ് വെയിറ്റ് ആണ്, നമുക്ക് എങ്ങനെ വേണമെങ്കിലും ഹാൻഡിൽ ചെയ്യാൻ പറ്റിയൊരു മോട്ടോർ സൈക്കിളാണ്. അപ്പം ലൈറ്റ് വെയിറ്റ് ആവുന്നതുകൊണ്ടുള്ള ബെനിഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഡെയിലി കമ്മ്യൂട്ടിങ്ങിൽ അതുപോലെ തന്നെ നല്ല ബമ്പർ ടു ബമ്പർ ട്രാഫിക്കിലൊക്കെ പോകുന്ന സമയത്ത് നമുക്ക് ആ ഒരു ബൈക്കിൻ്റെ ഭാഗത്തുനിന്ന് ഒട്ടും തന്നെ സ്ട്രെസ്സ് തോന്നില്ല. വളരെ നിമ്പിളായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. പക്ഷേ ആ ഒരു ബെനിഫിറ്റ് എപ്പോഴാണ് നഷ്ടപ്പെടുന്നതെന്ന് പറഞ്ഞാൽ നമ്മളിത് ഹൈവേ കയറ്റുമ്പോഴാണ്. കാരണം നല്ല പോലെ ക്രോസ് വിൻസ് പിടിക്കാനുള്ള സാധ്യതയുണ്ട്. വളരെ ലൈറ്റ് വെയിറ്റ് ആകുമ്പോൾ എത്രത്തോളം ലൈറ്റ് വെയിറ്റ് ആകുന്നു അത്രത്തോളം ആ ഒരു ബൈക്കിൻ്റെ സ്റ്റെബിലിറ്റി ഹൈവേയിൽ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. പക്ഷേ ഇത് തീർത്തൊരു കമ്പ്യൂട്ടർ ബൈക്കാണ്. ഇതിൻ്റെ റൈഡിംഗ് പൊസിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പക്ക സ്പോർട്ടി എന്ന് പറയാൻ പറ്റില്ല, എന്നാൽ പക്ക റിലാക്സ് എന്ന് പറയില്ല. ഇതിന് രണ്ടിനെയും ഇടയ്ക്ക് നിൽക്കുന്ന ഒരു സിറ്റുവേഷനാണ്. കാരണം ഹാൻഡിൽ ബാർ അത്യാവശ്യം റൈസ്ഡ് ആയിട്ടാണ് ഫിക്സ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ നോക്കുവാണെങ്കിലും ഒരു കംഫർട്ടിൻ്റെ ലെവൽ നോക്കുവാണെങ്കിൽ വളരെ കംഫർട്ടബിൾ ആയിട്ടാണ് എനിക്ക് ഫീൽ ആയിട്ടുള്ളത്. അപ്പം ഇനിയിപ്പം എന്താണ് എടുത്ത് പറയേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു മീറ്റർ കൺസോളാണ്. അപ്പോൾ മീറ്റർ കൺസോളിൽ ഒരു അപ്ഗ്രേഡ് വന്നിട്ടുണ്ട്. പഴയ വർഷം വെച്ച് നോക്കുമ്പം MDയുടെയൊക്കെ ആ ഒരു മീറ്റർ കൺസോളാണ് ഇപ്പോൾ പുതുതായിട്ട് കൊടുക്കുന്നത്. അപ്പം ഇതിൻ്റെ തന്നെ ഏറ്റവും ടോപ്പ് വേരിയൻ്റ് ആയിട്ടുള്ള ഹൈബ്രിഡ് വരുമ്പോൾ നമുക്ക് TFT ഡിസ്പ്ലേയും കാര്യങ്ങളും വരുന്നുണ്ട്. അത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഡിസ്പ്ലേ ആണ്. നമുക്ക് ആ ഒരു വർഷം ഒന്ന് ടെസ്റ്റ് ഡ്രൈവ് ചെയ്യാൻ കിട്ടിയിട്ടില്ല. അപ്പോൾ ഇനിയിപ്പോൾ ഈ ഒരു ബൈക്ക് ആരൊക്കെയാണ് നോക്കേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ
അത്യാവശ്യം ബൈക്ക് ഓടിച്ച് പഠിച്ചതേ ഉള്ളൂ, എനിക്കധികം പവറൊന്നും വേണ്ട, ഞാൻ മൈലേജ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ബൈക്കാണ് നോക്കുന്നുണ്ട്, ഡെയിലി ഓഫീസിൽ പോകണം, അങ്ങനെ ഒരാൾക്ക് പറ്റിയ ബൈക്കാണ് ഈ ഒരു വെർഷൻ 4 എന്ന് പറയുന്നത്. കാരണം വളരെ വലിയൊരു മൈലേജാണ് ഈ ഒരു ബൈക്ക് തരുന്നത്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ മൈലേജിന് നമുക്കുണ്ടാവുന്ന ഡെയിലി ജീവിതത്തിലുണ്ടാകുന്ന ഒരു പ്രാധാന്യം എന്ന് പറഞ്ഞാൽ വളരെ വലുതാണ്. കാരണം ഈ 20 വന്നു, ഇനി ഈ 85 വരും, ഈ 100 വരും. അപ്പം ഇതുകൊണ്ടുള്ള ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ വണ്ടിയുടെ മൈലേജ് നല്ല രീതിയിൽ കുറയുന്നതായിരിക്കും. പക്ഷേ ഇതൊരു E20 വരെ കോമ്പാക്റ്റബിൾ ആണ്. ഈ 85 ഒക്കെ വന്നു കഴിഞ്ഞാൽ എന്താകും എന്നെനിക്ക് അറിഞ്ഞുകൂടാ. നമ്മുടെ കയ്യിലിരിക്കുന്ന വണ്ടിയൊക്കെ എടുത്ത് കൊടുക്കേണ്ടി വരും. കാരണം അതിന് എത്രത്തോളം പിന്നെ റീസെയിൽ ഉണ്ടാവും, ആ ഒരു കാര്യത്തിലൊക്കെ നല്ല ടെൻഷൻ നമുക്കുണ്ടാവും. പക്ഷേ അങ്ങനെയൊക്കെ നോക്കും, ഇനി വരുന്ന സാഹചര്യത്തിൽ പെട്രോൾ ബൈക്കിൻ്റെ ഫ്യൂച്ചർ എന്താണ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. സോ ഇലക്ട്രിക്കിലോട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ എല്ലാം ടോർക്കിൻ്റെ കളി മാത്രമായിരിക്കും, ഒരു എൻജിനും ഒരു ഫീലും ഒക്കെ നമുക്ക് നഷ്ടപ്പെടുന്നതായിരിക്കും. അപ്പം നിങ്ങൾക്ക് ഡെയിലി കമ്മ്യൂട്ടിങ്ങിന് വേണ്ടി നോക്കുന്ന ഒരു ബൈക്കാണ്, പെർഫെക്റ്റ് ആയുള്ള ബൈക്കാണ്, ഒന്നും നോക്കണ്ട, പോയി എടുത്തോളും. അത്യാവശ്യം പ്രൈസ് വരുന്നുണ്ട്, പക്ഷേ അതിൻ്റേതായ ഒരു റിലയബിലിറ്റി, അതായത് ഒരു 10-15 വർഷം അടുത്ത ടെസ്റ്റിംഗ് വരെ ഒരു പണിയും ചെയ്യാതെ വളരെ ബേസിക്കായിട്ടുള്ള സർവീസും കാര്യങ്ങളും മാത്രം ചെയ്തുകൊണ്ട് കൊണ്ടു നടക്കാൻ പറ്റിയ മോട്ടോർ സൈക്കിളായിരിക്കും ഈ FC എന്ന് പറയുന്നത്. അതിന് ഏറ്റവും വലിയ ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ ആ ഒരു വണ്ടിയുടെ ആ ഒരു ബ്രാൻഡ് വാല്യൂ എന്ന് തന്നെ പറയാം. അതായത് ആ ഒരു ബ്രാൻഡ് നിങ്ങൾക്ക് തരുന്നൊരു വാല്യൂയും ട്രസ്റ്റുമാണ് നിങ്ങൾക്ക് അതിൻ്റെ ഒരു എൻഷ്യൂരിറ്റി എന്ന് തന്നെ പറയുന്നത്. ഇനിയിപ്പം ഈ ഒരു ബൈക്ക് നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഭാരത് യമഹയെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അവരുടെ ഡീറ്റെയിൽസ് ഞാൻ ഓൾറെഡി ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പം അതുപോലെ തന്നെ പ്രൈസും കാര്യങ്ങളും ഞാൻ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ നല്ല നീറ്റായിട്ട് തന്നെ കൊടുക്കുന്നതായിരിക്കും. ഇനി ഈ ബൈക്കിൻ്റെ ഒരു റൈഡ് ഫീൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഈ ബൈക്കൊന്ന് വലിച്ചെടുത്ത് നോക്കാം. അപ്പം ഏകദേശം നിങ്ങൾക്ക് മനസ്സിലാവും. സോ ബൈക്ക് അത്യാവശ്യം ഈസി ആയിട്ട് കയറുന്നുണ്ട്. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ, ആ ഒരു പവർ ബമ്പൊന്നും പഴയ ഒരു FC വെച്ച് നോക്കുമ്പോൾ വന്നിട്ടില്ല. എന്നിരുന്നാൽ പോലും അത്യാവശ്യം ഡെയിലി കമ്മ്യൂട്ടിങ്ങിനെ നോക്കുമ്പോൾ നല്ലൊരു ബൈക്കായിട്ടാണ് എനിക്ക് ഫീൽ ആവുന്നത്. അപ്പോൾ നിങ്ങളിതുപോലെ ബൈക്ക് റിലേറ്റഡ് കണ്ടൻസ് ഇഷ്ടപ്പെടുന്ന ഒരാളാണെങ്കിൽ ഉറപ്പായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. പുതിയൊരു വീഡിയോ എത്തുന്നവരെ ഇറ്റ്സ് മീ മോട്ടോ ബാൻഡിറ്റ് സൈനിങ് ഓഫ്.